എല്ലാവർക്കും ടാൻജന്റിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് 2019 ആനുവൽ എക്സാമിനും മോഡൽ എക്സാമിനും ഇംപ്രൂവ്മെന്റ് എക്സാമിനും +1 സയൻസ് കൊമേഴ്സ് ബാച്ചുകൾക്ക് നൽകിയ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ആദ്യം 2019 സയൻസ് ബാച്ചിന് നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഷോ ദാറ്റ് 1 into 2 plus 2 into 3 plus etc. up to n into n plus 1 is equal to n into n plus 1 into n plus 2 divided by 3 for all n belongs to natural numbers. ഇനി ഈ തന്നിട്ടുള്ള ഇക്വേഷനെ നമ്മൾ പി ഓഫ് എൻ എന്ന് എടുക്കുകയാണ്. ലെറ്റ് പി ഓഫ് എൻ ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. up to n into n plus 1 equal to n into n plus 1 into n plus 2 divided by 3 എന്ന് എടുത്തു. ഇനി ഇത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ പി ഓഫ് 1 ട്രൂ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. പി ഓഫ് 1 ട്രൂ ആണെങ്കിൽ സ്റ്റെപ്പ് 2 കടക്കുക. അവിടെ പി ഓഫ് കെ നമ്മൾ കണ്ടുപിടിക്കുക. അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവും എന്ന് നമ്മൾ തെളിയിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 into 2 plus 2 into 3 plus n into n plus 1 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 1 into 2 മാത്രമേ വരുള്ളൂ. കാരണം n into n plus 1 1 into 2 അതിന് മുമ്പ് വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ 1 into 2 equal to 2 എന്ന് കിട്ടും. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് n into n plus 1 into n plus 2 divided by 3 ആണ്. അതായത് 1 into 1 plus 1 into 1 plus 2 divided by 3 is equal to 1 into 2 into 3 divided by 3 equal to 2 എന്ന് തന്നെ കിട്ടും. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ therefore പി ഓഫ് 1 is ട്രൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ല, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് assume that p of k equal to 1 into 2 plus 2 into 3 plus etc. up to k into k plus 1 is equal to k into k plus 1 into k plus 2 divided by 3 is true. അപ്പോൾ assume that p of k is true. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് p of k plus 1 ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. നമുക്കറിയാം പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 into 2 plus 2 into 3 plus etc. up to k into k plus 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ആണ്. അത് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡ് ബൈ 3 ആണെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് 1 into 2 plus 2 into 3 plus etc. up to k into k plus 1 എന്ന് പറയുന്നത് പി ഓഫ് കെ ആണ്. ബാക്കിയുള്ളത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1നെ പി ഓഫ് കെ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇനി നമുക്കറിയാം പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് എഴുതാൻ കഴിയും. ഇനി ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമ്മൾ കെ പ്ലസ് 1 പുറത്തെടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള രണ്ട് ടേംസിൽ നിന്നും നമ്മൾ കെ പ്ലസ് 1 പുറത്തെടുക്കുകയാണെങ്കിൽ കെ പ്ലസ് 1 മാത്രമല്ല നമുക്ക് കെ പ്ലസ് 2 പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്നും കെ പ്ലസ് 1 കെ പ്ലസ് 2 പുറത്തെടുക്കുകയാണെങ്കിൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2, ഇനി ബ്രാക്കറ്റിൽ ആദ്യത്തെ ടേംസിൽ നിന്ന് ഇനി കെ ബൈ 3 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കെ ബൈ 3, രണ്ടാമത്തെ ടേംസിൽ 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ ബൈ 3 പ്ലസ് 1 എന്ന് കിട്ടും. കെ ബൈ 3 പ്ലസ് 1 എന്ന് കിട്ടും. ഇനി ഈ കെ ബൈ 3 പ്ലസ് 1നെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് അത് തമ്മിൽ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കെ പ്ലസ് 3 ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ബൈ 3 എന്ന് എഴുതാൻ കഴിയും. ഇതിനെ നമ്മൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. up to k into k plus 1 plus k plus 1 into k plus 2 is equal to k plus 1 into k plus 2 into k plus 3 divided by 3 എന്ന് നമുക്ക് കിട്ടി. അതായത് പി ഓഫ് കെ പ്ലസ് 1 is true. Therefore പി ഓഫ് കെ പ്ലസ് 1 is true എന്ന് കിട്ടി. Hence പി ഓഫ് n is true for all n belongs to natural number. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ ഇക്വേഷൻ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും.
ഇനി നമുക്ക് 2019 കൊമേഴ്സ് ബാച്ചിന് നൽകിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1 × 3 + 2 × 5 + 3 × 7 + etc. up to n × n+2 is equal to n × n+1 × 2n + 7 divided by 6. ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ. എ പാർട്ട് എന്ന് പറയുന്നത് വെരിഫൈ പി ഓഫ് 1 ഈസ് ട്രൂ. ബി പാർട്ട് എന്ന് പറയുന്നത് ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ഫോർ എവറി കെ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ സ്റ്റെപ്പ് 1 ആണ്. ബി പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3ഉം ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ എ പാർട്ട് ചെയ്യുമ്പോൾ പി ഓഫ് n = 1 × 3 + 2 × 5 + etc. up to n × n+2 is equal to n × n+1 × 2n + 7 divided by 6 ആണെന്നറിയാം. പി ഓഫ് 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 × 3 മാത്രമേ വരുള്ളൂ. 1 × 3 = 3 എന്ന് കിട്ടും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് n × n+1 × 2n + 7 divided by 6 ആണ്. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുകയാണെങ്കിൽ 1 × 1+1 × 2 × 1 + 7 divided by 6 എന്ന് കിട്ടും. അത് 1 × 2 × 9 divided by 6 ആണ്. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് പറയാം. ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ഫോർ എവറി കെ ബിലോങ്സ് ടു എൻ ആണ്. അപ്പം നമ്മളിപ്പോൾ ആദ്യം അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ഈക്വൽ ടു 1 × 3 + 2 × 5 + 3 × 7 etc. up to k × k + 2 equal to k × k + 1 × 2k + 7 divided by 6 is true. അതായത് പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ഈക്വൽ ടു 1 × 3 + 2 × 5 + 3 × 7 + etc. up to k × k + 2 plus k + 1 × k + 3 is equal to k + 1 × k + 2 × 2k + 9 divided by 6 is true എന്ന് തെളിയിക്കണം. അപ്പം പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 × 3 + 2 × 5 + 3 × 7 + etc. up to k × k + 2 plus k + 1 × k + 3 ആണ്. ഇതിൽ k × k + 2 വരെയുള്ള ടേംസ് എന്ന് പറയുന്നത് പി ഓഫ് കെ ആണ്. പി ഓഫ് കെ ഈക്വൽ ടു k × k + 1 × 2k + 7 divided by 6 ആണ്. അപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1നെ k × k + 1 × 2k + 7 divided by 6 plus k + 1 × k + 3 എന്ന് എഴുതാൻ കഴിയും. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള k + 1 ആദ്യമേ പുറത്തെടുക്കുകയാണ്. അപ്പോൾ k + 1 പുറത്തെടുക്കുമ്പോൾ ബാക്കി കിട്ടുന്നത് k + 1 × k × 2k + 7 divided by 6 plus k + 3 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് k × 2k + 7 plus 6k + 3 divided by 6 എന്ന് കിട്ടും. ഇനി നമ്മൾ ആ 6നെ ബ്രാക്കറ്റിനകത്തേക്ക് ഗുണിക്കുമ്പോൾ അത് k + 1 × k × 2k + 7 plus 6k + 18 എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നമ്മൾ ഇതിനെ അവസാനം കിട്ടിയ 6k + 18നെ നമ്മൾ 2k + 4k + 18 എന്ന് എഴുതുകയാണ്. അപ്പോൾ k + 1 × k × 2k + 7 plus 2k plus 4k plus 18 divided by 6 എന്ന് കിട്ടി. ഇനി ആദ്യത്തെ രണ്ട് ടേംസ് k × 2k + 7ഉം 2kയുമാണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് k ആണ്. അപ്പോൾ k നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്കത് k + 1 × k × 2k + 7 plus 2 എന്ന് കിട്ടും. ബാക്കിയുള്ളത് plus 4k plus 18 divided by 16 ആണ്. ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് k + 1 × k × 2k + 9 plus 2 × 2k + 9 ആണ്. അവിടെ 2 × 2k + 9 കിട്ടിയത് ഇവിടെയുള്ള 4k + 18ൽ നിന്ന് 2 പുറത്തെടുക്കുമ്പോഴാണ്. ഇവിടെ 2k + 9 എന്ന് പറയുന്നത് രണ്ട് ടേംസിലും ആ ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേംസിലും കോമൺ ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് k + 1 × k + 2 × 2k + 9 divided by 6 എന്ന് കിട്ടും. k + 2 × 2k + 9 divided by 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പി ഓഫ് k + 1 is equal to k + 1 × k + 2 × 2k + 9 divided by 6 എന്ന് എഴുതാൻ കഴിയും. അതാണ് പി ഓഫ് k + 1 നമ്മൾ തെളിയിക്കാനുണ്ടായിരുന്നത് അതായിരുന്നു. അപ്പോൾ നമുക്ക് therefore p of k + 1 is ട്രൂ എന്ന് പറയാൻ കഴിയും. ഹെൻസ് പി ഓഫ് n ഈക്വൽ ടു 1 × 3 + 2 × 5 + 3 × 7 etc. up to n × n+2 is equal to n × n+1 × 2n + 7 divided by 6 is true for all n belongs to natural numbers എന്ന് നമുക്ക് പറയാൻ കഴിയും.
ഇനി നമുക്ക് 2019 മാർച്ചിൽ സയൻസ് ബാച്ചിന് നൽകിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് n into n plus 1 into n plus 5 is a multiple of 3 for all n belongs to natural numbers എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെയും പി ഓഫ് n ഈക്വൽ ടു n into n plus 1 into n plus 5 എന്ന് എടുക്കുകയാണ്. ദറ്റ് പി ഓഫ് n ഈക്വൽ ടു n into n plus 1 into n plus 5. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാനാണ്. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു 1 into 1 plus 1 into 1 plus 5 is equal to 1 into 2 into 6 equal to 12 എന്ന് കിട്ടി, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പം 3 എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ പി ഓഫ് 1 ഈസ് ട്രൂ. ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് ദാറ്റ് ഈസ് പി ഓഫ് കെ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 ഈക്വൽ ടു 3D വെയർ ഡി ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ഈ 3D എന്ന് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് എടുത്തത് കൊണ്ട് തന്നെ പി ഓഫ് കെ എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം 3D എന്ന് നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയും. 3യുടെ മൾട്ടിപ്പിൾ ആയതിന് നമുക്ക് 3D എന്ന് എഴുതാൻ കഴിയും, വേറെ ഡി ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ പി ഓഫ് കെ ഈക്വൽ ടു നമ്മൾ ആ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് കെ ഈക്വൽ ടു കെ ക്യൂബ് പ്ലസ് 6k² പ്ലസ് 5k ഈക്വൽ ടു 3D എന്ന് കിട്ടും. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 6 ആണ്. അത് നമ്മൾ അകത്ത് കയറ്റി ആ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കെ ക്യൂബ് പ്ലസ് 9k² പ്ലസ് 20k പ്ലസ് 12 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ പി ഓഫ് കെയുടെ രൂപത്തിൽ പ്ലസ് സംതിങ് എന്ന് എഴുതാൻ കഴിയും. ഇപ്പോൾ പി ഓഫ് കെ എന്ന് പറയുന്നത് കെ ക്യൂബ് പ്ലസ് 6k² പ്ലസ് 5k ആണ്. ഇപ്പോൾ കെ ക്യൂബ് പ്ലസ് 9k² പ്ലസ് 20k പ്ലസ് 12ൽ നിന്ന് നമ്മൾ പി ഓഫ് കെ മാത്രം പുറത്തെടുക്കുകയാണെങ്കിൽ, അതായത് കെ ക്യൂബ് പ്ലസ് 6k² പ്ലസ് 5k എടുത്താൽ ബാക്കി വരുന്നത് പ്ലസ് 3k² പ്ലസ് 15k പ്ലസ് 12 ആണ്. ഇനി ഈ പി ഓഫ് കെ വേണമെങ്കിൽ നമുക്ക് 3D എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 3D പ്ലസ് 3k² പ്ലസ് 15k പ്ലസ് 12 ആണ്. ഈ 3k² പ്ലസ് 15k പ്ലസ് 12ലെ 3 ടേംസിലും 3 കോമൺ ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കതിനെ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 3D പ്ലസ് 3 ഇൻറ്റു k² പ്ലസ് 5k പ്ലസ് 4 എന്ന് എഴുതാൻ കഴിയും. ഇവിടെ 2 ടേംസിനെ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പം ഈ പി ഓഫ് കെ പ്ലസ് 1നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. അതായത് ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം, വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ദെയർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഹെൻസ് പി ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് 2019 മാർച്ചിൽ കൊമേഴ്സ് ബാച്ചിന് നൽകിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് n ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര അപ് ടു 1/2 റൈസ് ടു n ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ. എ പാർട്ട് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. ബി പാർട്ട് എന്ന് പറയുന്നത് പി ഓഫ് n ഈസ് ട്രൂ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് തെളിയിക്കുക. അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് 1 ട്രൂ എന്ന് തെളിയിക്കാനാണ്. അപ്പോൾ പി ഓഫ് n ഈക്വൽ ടു നമുക്ക് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എക്സെട്ര അപ് ടു 1/2 റൈസ് ടു n ആണെന്നറിയാം. ഇപ്പം നമ്മൾ 1/2 റൈസ് ടു 1 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 1/2 എന്ന് കിട്ടും. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 1/2 പ്ലസ് 1/4 എക്സെട്ര അപ് ടു 1/2 റൈസ് ടു n ആണ്. ഇവിടെ 1/2 റൈസ് ടു n എന്ന് പറയുന്നത് 1/2 ആയതുകൊണ്ട് തന്നെ ഒറ്റ ടേംസ് മാത്രമേ ഇവിടെ കാണൂ. അപ്പോൾ 1/2 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനി അടുത്ത 1 മൈനസ് 1/2 റൈസ് ടു n റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ചെയ്യുമ്പോൾ 1 മൈനസ് 1/2 റൈസ് ടു 1 ഈക്വൽ ടു 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2 എന്ന് തന്നെ കിട്ടും. ഇവിടെ LHSഉം RHSഉം ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുമ്പോൾ പി ഓഫ് n ഈസ് ട്രൂ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പം അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര അപ് ടു പ്ലസ് 1/2 റൈസ് ടു കെ ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ ഈസ് ട്രൂ. അപ്പോൾ പി ഓഫ് കെ ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര അപ് ടു 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്ന് നമ്മൾ തെളിയിക്കണം. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1നെ നമ്മൾ എഴുതിയിരിക്കുന്നത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8
പ്ലസ് എക്സെട്രാ അപ് ടു 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 ആണ്. ഇനി 1/2 റൈസ് ടു കെ വരെയുള്ള ടേംസ് പി ഓഫ് കെയിലെ ടേംസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് 1 മൈനസ് 1/2 റൈസ് ടു കെ എന്ന് എഴുതാം. ബാക്കിയുള്ളത് പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 ആണ്. ഇനി 1ന് ശേഷമുള്ള രണ്ട് ടേംസ് മൈനസ് 1/2 റൈസ് ടു കെയും 1/2 റൈസ് ടു കെ പ്ലസ് 1ഉം. ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് 1/2 റൈസ് ടു കെ കോമൺ ആയിട്ട് എടുക്കാൻ കഴിയും. 1/2 റൈസ് ടു കെ കോമൺ ആയിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ 1 മൈനസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1/2 എന്ന് നമ്മൾ എഴുതാൻ കഴിയും. 1 മൈനസ് 1/2 എന്ന് എഴുതാൻ കഴിയും. ഇനി 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. 1 മൈനസ് 1/2 ഈക്വൽ ടു 1/2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 1/2 എന്ന് കിട്ടും. അതായത് 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടും. ദെയർഫോർ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പറയാൻ കഴിയും. ദെയർഫോർ പി ഓഫ് എൻ ഈക്വൽ ടു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്രാ അപ് ടു 1/2 റൈസ് ടു എൻ ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമുക്ക് 2019 സയൻസ് ബാച്ചിന് നൽകിയ ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈക്വൽ ടു എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ അപ് ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. എ ക്വസ്റ്റ്യൻ: റൈറ്റ് ദ വാല്യൂ ഓഫ് പി ഓഫ് 1. ബി ക്വസ്റ്റ്യൻ: റൈറ്റ് പി ഓഫ് കെ. K belongs to natural numbers. C question: by assuming the result obtained in part B is true, prove that result is true for n equal to k plus 1. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നമുക്ക് പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. എ പാർട്ട് പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ പി ഓഫ് 1 അത് ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് തെളിയിക്കണം. അപ്പം പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ എന്ന് മാത്രമേ കിട്ടുള്ളൂ. കാരണം എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1. എ ആർ റൈസ് ടു എൻ മൈനസ് 1 എന്നിന് പകരം 1 കൊടുക്കുകയാണെങ്കിൽ എ ആർ റൈസ് ടു 1 മൈനസ് 1 എ ആർ റൈസ് ടു 0 ഈക്വൽ ടു എ എന്ന് തന്നെ കിട്ടും. അപ്പോൾ പി ഓഫ് 1 ഈക്വൽ ടു എ, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ആണ്. അതായത് എ ഇൻറ്റു ആർ റൈസ് ടു 1 മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. അപ്പോൾ ആർ മൈനസ് 1 ആർ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി കിട്ടുന്നത് എ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഈക്വൽ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെയർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് പി ഓഫ് കെ നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ പി ഓഫ് കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ പി ഓഫ് എൻ നമുക്കറിയാം എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1 ആണ്. അത് ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ആണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. പി ഓഫ് കെ ഈക്വൽ ടു എ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു എ ആർ റൈസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് കിട്ടും. ഇനി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 is true, അല്ലെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്രാ ടു എ ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് എ ആർ റൈസ് ടു കെ ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി പി ഓഫ് കെ പ്ലസ് 1ലെ എ ആർ റൈസ് ടു കെ മൈനസ് 1 വരെ ഉള്ളത് പി ഓഫ് കെ ആണ്. അതിനെ നമുക്ക് എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് എഴുതാൻ കഴിയും. ബാക്കിയുള്ളത് പ്ലസ് എ ആർ റൈസ് ടു കെ ആണ്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 പ്ലസ് എ ആർ റൈസ് ടു കെ എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ടേംസിനെ നമ്മൾ കൂട്ടണമെങ്കിൽ, രണ്ടും സമ്മ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരെണ്ണം ഫ്രാക്ഷനും ഒരെണ്ണം മറ്റേത് ഫ്രാക്ഷൻ അല്ല. അപ്പോൾ മറ്റേത് നമ്മൾ ഫ്രാക്ഷൻ ആക്കണം. ഫ്രാക്ഷൻ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആവണം. അപ്പം ഫസ്റ്റ് ടേമിൻ്റെ ഡിനോമിനേറ്റർ ആർ മൈനസ് 1 ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ടേംസിനെ നമ്മൾ ആർ മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിക്കണം. അപ്പോൾ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 പ്ലസ് എ ആർ റൈസ് ടു കെ ഇൻറ്റു ആർ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 എന്ന് കിട്ടും. ഇനി ഇപ്പോൾ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് എ ബൈ ആർ മൈനസ് 1 പുറത്തെടുക്കാൻ കഴിയും. എ ബൈ ആർ മൈനസ് 1 കോമൺ ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പം പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു എ ബൈ ആർ മൈനസ് 1 ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് ആർ റൈസ് ടു കെ ഇൻറ്റു ആർ മൈനസ് 1 എന്ന് കിട്ടും. ഇനി നമ്മൾ ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു എ ബൈ ആർ മൈനസ് 1 ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് ആർ റൈസ് ടു കെ പ്ലസ് 1. കാരണം ആർ റൈസ് ടു കെ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ആർ റൈസ് ടു കെ ഇൻറ്റു ആർ റൈസ് ടു 1 ആണ്. അപ്പോൾ അത് ആർ റൈസ് ടു കെ പ്ലസ് 1 ആവും, മൈനസ് ആർ റൈസ് ടു കെ എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ ഉള്ള ഒരു ആർ റൈസ് ടു പ്ലസ് ആർ റൈസ് ടു കെയും മൈനസ് ആർ റൈസ് ടു കെയും ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 ആണ്. ദെയർഫോർ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു കെ പ്ലസ് 1 എന്ന് പറയാൻ കഴിയും.
ഇനി നമുക്ക് 2019 കൊമേഴ്സ് ബാച്ചിന് നൽകിയ സേ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈക്വൽ ടു 1 പ്ലസ് 1/1 ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/3 ഇൻറ്റു എക്സെട്ര അപ് ടു 1 പ്ലസ് 1/n ഈക്വൽ ടു n പ്ലസ് 1. എ ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. ബി ക്വസ്റ്റ്യൻ: യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് തെളിയിക്കണം. ഇനി നമുക്ക് എ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാനാണ്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/1 ആണ്. അത് നമുക്ക് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് n പ്ലസ് 1 ആണ്. n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് 2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും കറക്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് therefore പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറയാൻ കഴിയും. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യൂസിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യണം. നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ സ്റ്റെപ്പ് 2 അടുത്ത സ്റ്റെപ്പ് 2 ആണ്. അത് അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അതായത് പി ഓഫ് കെ ഈക്വൽ ടു 1 പ്ലസ് 1/1 ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/3 എക്സെട്ര അപ് ടു 1 പ്ലസ് 1/k ഈക്വൽ ടു കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. നമുക്ക് ഓൾറെഡി പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/1 ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/3 എക്സെട്ര അപ് ടു 1 പ്ലസ് 1/k ഇൻറ്റു 1 പ്ലസ് 1/k പ്ലസ് 1 ആണ്. അത് ഈക്വൽ ടു കെ പ്ലസ് 2 എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഇനി 1 പ്ലസ് 1/k വരെയുള്ള പാർട്ടിനെ നമുക്ക് പി ഓഫ് കെ എന്ന് എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ കെ പ്ലസ് 1 എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1/k പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. ഇനി 1 പ്ലസ് 1/k പ്ലസ് 1 നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 എന്ന് കിട്ടും. അതായത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ആണ്. അപ്പോൾ കെ പ്ലസ് 1 കെ പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോയി. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് കെ പ്ലസ് 2 ആണ്. അപ്പം therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ആൻഡ് പി ഓഫ് എൻ ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1/2 ഇൻറ്റു 1 പ്ലസ് 1/3 പ്ലസ് ഇൻറ്റു എക്സെട്ര അപ് ടു 1 പ്ലസ് 1/n എന്ന് പറയുന്നത് n പ്ലസ് 1 ഫോർ ഓൾ n ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ കഴിയും.